സ്വാഗതം ഇന്നത്തെ വേൾഡ് അപ്ഡേറ്റിലേക്ക്. ലോക ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യരും റോബോട്ടുകളും ചേർന്ന ഒരു മാരത്തൺ മത്സരം സംഘടിപ്പിച്ച് ചൈന ചരിത്രം സൃഷ്ടിച്ചു. ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിൽ ഇന്ന് നടന്ന മത്സരത്തിൽ നൂറുകണക്കിന് മനുഷ്യ ഓട്ടക്കാരുടെ കൂടെ 21 ഹ്യൂമനോയിഡ് റോബോട്ടുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഓടിത്തീർക്കേണ്ട ദൂരം ഹാഫ് മാരത്തൺ, അതായത് 21 കിലോമീറ്ററായി നിശ്ചയിച്ചിട്ടായിരുന്നു മത്സരം നടന്നത്. മനുഷ്യർക്ക് വേറെയും റോബോട്ടുകൾക്ക് വേറെയും ട്രാക്കുകൾ ഉണ്ടായിരുന്നു. മത്സരത്തിൽ പങ്കെടുത്ത 21 റോബോട്ടുകളും വ്യത്യസ്ത കമ്പനികൾ നിർമ്മിച്ച വ്യത്യസ്ത വലിപ്പത്തിലുള്ളവയായിരുന്നു. 1.19 മീറ്റർ മുതൽ 1.8 മീറ്റർ വരെ ഉയരമുള്ള വ്യത്യസ്ത റോബോട്ടുകളായിരുന്നു മത്സരത്തിൽ പങ്കെടുത്തത്. വീൽഡ് റോബോട്ടുകളെ മത്സരത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചിരുന്നില്ല. മനുഷ്യരെ പോലെ നടക്കുവാനോ മനുഷ്യരെ പോലെ ഓടുവാനോ സാധിക്കുന്ന റോബോട്ടുകളായിരിക്കണം എന്നതായിരുന്നു വ്യവസ്ഥ. മത്സരം ആരംഭിച്ചപ്പോൾ തന്നെ റോബോട്ടുകളിൽ ഒന്ന് ഗ്രൗണ്ടിൽ മുഖം കുത്തി വീഴുകയും കാണികളുടെ ആർപ്പുവിളിയെ തുടർന്ന് അല്പസമയം കഴിഞ്ഞ് എണീറ്റ് ഓട്ടം പുനരാരംഭിക്കുകയും ചെയ്തു. ബെയ്ജിംഗ് ഇന്നൊവേഷൻ സെന്റർ ഓഫ് ഹ്യൂമൻ റോബോട്ടിക്സ് എന്ന കമ്പനി നിർമ്മിച്ച ടിയാഗോങ് അൾട്ര എന്ന റോബോട്ടാണ് റോബോട്ടുകൾക്കിടയിൽ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്. 2 മണിക്കൂറും 40 മിനിറ്റുമാണ് ടിയാഗോങ് അൾട്രയ്ക്ക് ഈ 21 കിലോമീറ്റർ ദൂരം താണ്ടാൻ വേണ്ടി വന്നത്. അതേസമയം മനുഷ്യ ഓട്ടക്കാർക്കിടയിൽ എത്യോപ്യക്കാരനായ എലിയാസ് ഡെസ്റ്റ 1 മണിക്കൂറും 2 മിനിറ്റും മാത്രമെടുത്ത് ഈ ദൂരം കവർ ചെയ്തു. ടിയാഗോങ് അൾട്ര എന്ന റോബോട്ടിന് 1.8 മീറ്റർ ഉയരവും 52 കിലോമീറ്റർ ഭാരവുമാണ് ഉണ്ടായിരുന്നത്. സ്ലീവില്ലാത്ത ഓറഞ്ച് നിറത്തിലുള്ള ഒരു ഷർട്ടായിരുന്നു പുള്ളി ധരിച്ചിരുന്നത്. അതിൻ്റെ പേര് അതിൻ്റെ ഇടത് ചുമലിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കറുത്ത നിറത്തിലുള്ള റണ്ണിംഗ് ഷൂവും ടിയാഗോങ് അൾട്ര ധരിച്ചിട്ടുണ്ടായിരുന്നു. റോബോട്ടുകളും മനുഷ്യരും ചേർന്നുള്ള ഇത്തരം ഒരു മാരത്തൺ മത്സരം ലോകത്ത് ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. റോബോട്ടുകളുടെ ശാരീരിക ക്ഷമത എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് ചൈനീസ് സംഘാടകർ അറിയിച്ചു.